ഗുഡ് ആഫ്റ്റർനൂൺ ടു ആൾ. നമ്മുടെ ഇനോഗ്രൽ സെഷന് ശേഷമുള്ള ഈ കോൺക്ലേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ കേരള സർക്കാർ ഷീ വർക്ക് സ്പേസ് എന്നുള്ളതുകൊണ്ട് വിഭാവനം കണ്ട അല്ലെങ്കിൽ സ്വപ്നം കണ്ട സാക്ഷാത്കരിക്കാൻ പോകുന്ന ഈ സ്വപ്നത്തിൻ്റെ വിശദീകരണം എന്താണെന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആദ്യം ഇവിടെ പ്രസൻറ്റ് ചെയ്യും. ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത് ഒരു റിസർച്ചറും അക്കാഡമിഷ്യനുമായിട്ടുള്ള ശ്രീ കെ മനോഹരൻ സാറാണ്. സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ സെഷനകത്ത് ഈ പ്രോജക്റ്റിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ പ്രോജക്റ്റിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇതിൽ പ്രോജക്റ്റിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഒന്ന്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം.ആർ. രഞ്ജിത്ത്. രണ്ട്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീല ജോർജ്. പിന്നെ മുൻപ് ഈ പ്രോജക്റ്റിൻ്റെ DPR തയ്യാറാക്കുന്ന സമയത്ത് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ നേമം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അജയ് ഘോഷ്. അതോടൊപ്പം തന്നെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ രോഹിത് മേനോൻ. ഈ 4 പേരാണ് ഈ സെഷനകത്ത് വിശദീകരണങ്ങൾ, പ്രസൻറ്റേഷൻസ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ പ്രസൻറ്റേഷനൊക്കെ ശേഷം മോഡറേറ്റർ ഈ പ്രസൻറ്റേഷനെ സംബന്ധിച്ചുള്ള ചുരുക്ക വിവരങ്ങൾ നിങ്ങളുടെ ചർച്ചയ്ക്കും നിങ്ങളുടെ ചിന്തയ്ക്കും വേണ്ടി ഇവിടെ പ്രസൻറ്റ് ചെയ്യും. ഈ സെഷൻ നമുക്കിവിടെ ആരംഭിക്കാം. സെഷൻ ആരംഭിക്കുന്നതിന് വേണ്ടി മോഡറേറ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. രഞ്ജിത്ത് സാർ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീല ജോർജ് മാഡം, നേമം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജയ് ഘോഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ രോഹിത് മേനോൻ സാർ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന മാന്യ വ്യക്തികളെ, വളരെ അഭിമാനപൂർവമായ ഒരു നിമിഷമാണ് ഈ ഹോളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് തന്നെ ആദ്യമായി സ്ത്രീകൾക്ക് ഒരു വർക്ക് സ്പേസ് എന്ന ആശയം പ്രാവർത്തികമാകാൻ പോവുകയാണ്. ഈ ആശയം എന്താണ് എന്ന് വിശദമാക്കുകയാണ് ഈ സെഷനിലൂടെ. ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇത് വളരെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ് അത് വളരെ ഭംഗിയോടുകൂടി കാര്യപ്രാപ്തിയിലേക്ക് കടക്കുന്നത്. ഈ സെഷനിലെ ആദ്യത്തെ കാര്യം വിശദീകരിക്കാൻ വേണ്ടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം.ആർ. രഞ്ജിത്ത് സാർ അവരെ ക്ഷണിച്ചോളും. ഏറെ പ്രിയപ്പെട്ടവർ, ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ പിന്നീട് പറയാം. അതിനൊരു വാക്ക് ത്രൂ വീഡിയോ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ശ്രീ രോഹിത് മേനോനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ രോഹിത് മേനോൻ VP, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്. ഈ പ്രോജക്റ്റ് ആദ്യം തൊട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് ഷീ വർക്ക് സ്പേസിനെ കുറിച്ച് കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസും എന്താണ് ഈ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളും എന്താണ് ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതും അത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ 2020 കോവിഡ് വന്ന സമയത്ത് എല്ലാവർക്കും അറിയാം വർക്ക് ഫ്രം ഹോം എന്ന കൺസെപ്റ്റ് വന്നു. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും, എസ്പെഷ്യലി IT പീപ്പിൾ,
അവർ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിന് പകരം ട്രാൻസ്പോർട്ടേഷൻ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിന് പകരം സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാം. അപ്പം ആദ്യം ഒരു നല്ലൊരു കൺസെപ്റ്റാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതിലെന്ന് പറയുമ്പം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പം എസ്പെഷ്യലി ലേഡീസ് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയായിരിക്കാം? വീട്ടിൽ മുതിർന്ന പേരൻസ് ഉണ്ടാവാം, കുട്ടികളുണ്ടാവാം, അതുപോലെ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ മാത്രമല്ല വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പം അവർ സാധാരണ വീട്ടിലുള്ള ഒരാളെ പോലെ ഇരിക്കണം. ആ സമയത്ത് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പോഴായിരിക്കും ഇൻട്രപ്ഷൻസ് ഉണ്ടാവുക. വീട്ടുകാരുടെ ഇൻട്രപ്ഷൻസ് ഉണ്ടാവും, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കാം, ഇല്ലെങ്കിൽ നൈബർഹുഡിൽ നിന്നുള്ള ബഹളങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പല പല ഇൻട്രപ്ഷൻസ് ഉണ്ടാവും. ഓഫീസിൽ വീട്ടിലാകുമ്പോൾ പ്രോപ്പറായിട്ട് വൈഫൈ നെറ്റ്വർക്ക് കിട്ടിയെന്നിരിക്കില്ല, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കിട്ടിയെന്നിരിക്കില്ല, പവർ കട്ട് ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ആ സമയത്താണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വർക്ക് നിയർ ഹോം കൺസെപ്റ്റ് എന്നത് പ്രാവർത്തികമാവുന്നത്. ഇതിലെന്ന് പറയുമ്പം നമുക്ക് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വർക്ക് സ്പേസാണ്, വർക്കിംഗ് സ്പേസ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബാംഗ്ലൂർ, ഇപ്പം നമ്മുടെ തൃശ്ശൂരും നല്ല രീതിയിൽ പോകുന്നുണ്ട്, എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഈ വർക്കിംഗ് സ്പേസാണ് ഇതിൻ്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വർക്കുള്ളവർക്ക് ഒരു സിംഗിൾ സീറ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ ഫുൾ അവർക്ക് റെൻ്റ് എടുത്ത് പെർ ഡേ റെൻറ്റ് അല്ലെങ്കിൽ മന്ത്ലി റെൻറ്റിന് അവർക്ക് അവിടെ വന്ന് വർക്ക് ചെയ്യാം. പിന്നെ ഷീ വർക്ക് സ്പേസ് എന്ന ബിൽഡിങ്ങിൽ ഓൾറെഡി ഒരു പകൽ വീടുണ്ട്. അപ്പം മുതിർന്ന മാതാപിതാക്കളെ അവിടെ ആക്കാം, രാവിലെ ആക്കിയിട്ട് വന്ന് വർക്ക് ചെയ്യാം. കുട്ടികളുണ്ടെങ്കിൽ ക്രഷിലാക്കാം. വർക്ക് ചെയ്ത ശേഷം വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റ് തന്നെ അവിടെ ഉണ്ട്, അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇനി ഇൻ കേസ് ഫാർമസി, മരുന്ന് വാങ്ങിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ വേണമെങ്കിലോ ഫാർമസി, ക്ലിനിക് ഇതെല്ലാം അവിടെ ഉണ്ട്. ഇനി ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ട്രാവൽ ഡെസ്ക് അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. അതുപോലെ സ്റ്റേ ചെയ്യണമെങ്കിൽ താമസം സൗകര്യം വേണമെങ്കിൽ അക്കോമഡേഷൻ, ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അക്കോമഡേഷനുണ്ട്. ഇതെല്ലാം ഒരു കുടക്കീഴിൽ. അതാണ് ഷീ വർക്ക് സ്പേസ് എന്ന സംരംഭം. ഇതിൽ കണ്ടിന്യൂസ് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവും, അതുപോലെ ഇലക്ട്രിസിറ്റിയും ഉണ്ടാവും. അപ്പോൾ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ ആക്ച്വലി അവർക്ക് അവിടെ ഒരു IT സ്പേസ് പോലെ തന്നെ അവർക്ക് എങ്ങനെയാണോ ആസ് ആൻ ഓഫീസ് അവർക്ക് എങ്ങനെയാണോ വർക്ക് ചെയ്തിരുന്നത് അതേ ഫീൽ അവർക്ക് അവിടെ കിട്ടും. അതാണ് ഈ കൺസെപ്റ്റ്. എന്താണ് നമ്മുടെ ഇത്? അച്ചീവിങ് സക്സസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ്. നെക്സ്റ്റ് വൺ. ഇവർക്ക് ഹോബീസ് ഉണ്ടാവാം, അതിൽ പെയിൻറ്റിങ്, സ്യൂവിങ്, റീഡിങ് ഉണ്ടാവാം, അതുപോലെ റെസ്റ്റിംഗ് സ്പേസസ്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ യാർഡിൽ തന്നെ അതിനുള്ള ടെന്നീസ് കോർട്ട്, അതുപോലെ വാക്കിംഗ് സ്പേസസ്, ജോഗിങ്ങിന് വേണമെങ്കിൽ അത്, പാർട്ടി നടത്തണമെങ്കിൽ ആ സ്പേസ്, ഇതെല്ലാ പ്രൊവിഷനും അവിടെ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വെച്ചാൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് അവർക്കൊരു സ്പേസ് എടുത്തിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യാം. അതിനുള്ള സഹായങ്ങൾ, അതുപോലെ എഡ്യൂക്കേഷൻ, കരിയർ ഗൈഡൻസിന് വേണ്ടിയുള്ള ഹെൽപ്പ്, അസിസ്റ്റൻസ്, ഇപ്പം ഡിസബിലിറ്റി ഉള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്കുള്ള ട്രെയിനിങ്, അവർക്കുള്ള ഹെൽപ്പ്. പിന്നെ ഹെൽത്ത് കെയർ, നേരത്തെ ഞാൻ പറഞ്ഞു ഡോക്ടറിൻ്റെ സേവനം, ക്ലിനിക്, ഫാർമസി എല്ലാം ഉണ്ട്. നെക്സ്റ്റ് വൺ. കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 7 കാര്യങ്ങളാണ് മെയിൻലി ഉള്ളത്. ഷീ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. വിമൻ സ്റ്റാർട്ടപ്സ്, ഇപ്പം ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള വിമൻ ഉണ്ടാവും, അവർക്കുള്ള പ്രൊവിഷൻസ്, അവർക്കുള്ള ഏഞ്ചൽ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളോ അവർക്ക് പ്രസൻറ്റേഷൻ വേണ്ടെങ്കിലോ അതിനുള്ള പ്രൊവിഷൻസ്. പിന്നെ ട്രെയിനിങ് സെൻറ്റർ ആൻഡ് വിമൻ യൂത്ത് ക്ലബ്. പിന്നെ കഫറ്റേരിയ, അത് ലെഡ് ബൈ കുടുംബശ്രീ. വിമൻ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ക്ലബ്, നേരത്തെ ഞാൻ പറഞ്ഞ വിമൻ ലെഡ് ഡിസബിലിറ്റി അസിസ്റ്റൻസ് സെൻറ്റർ ഫോർ ചിൽഡ്രൻ. ആൻഡ് അവർക്കിപ്പോൾ ഒരു പ്രൊഡക്ട്സ് അവർ ചെയ്യുകയാണ്, അത് സെയിൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള വിമൻ ട്രേഡ് സെൻറ്റർ. ഇതാണ് മെയിൻ കമ്പോണൻസ് വരുന്നത്. ഇത് ചെയ്തു വരുമ്പോൾ ഇതിൻ്റെ എലിവേഷൻ ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ. ഫ്രണ്ടിൽ കാണുന്നതാണ് ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഇത് നമ്മൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്നും നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോഴുള്ള നാഷണൽ ഹൈവേ NH 544, അവിടെ കൊടകര വലപ്പാടി എന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് 200 മീറ്റർ മാറിയിട്ട് 250 മീറ്റേഴ്സ് മാറിയിട്ട് ഉള്ള സ്ഥലമാണ് 1 acre ലാൻഡ് ഓൺ ബൈ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്. അവിടുന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് 32 കിലോമീറ്റേഴ്സ് ഉണ്ട്. ടോട്ടൽ 1 acre ലാൻഡ് ഉണ്ട്. പ്ലാൻ ചെയ്തേക്കുന്നത് ഇൻക്ലൂഡിങ് ബേസ്മെൻറ്റ് 7 floors ആണ്. ബേസ്മെൻറ്റ് ഇസ് മെൻ ഫോർ പാർക്കിംഗ് ഓൺലി. ടോട്ടൽ 60 cars മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പറ്റും. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്,
അവിടെ മെയിൻലി പാർക്കിംഗ് വരും, പിന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം അതിനൊരു അഡ്മിനിസ്ട്രേഷൻ വേണം. അതിൻ്റെ ഓഫീസ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അവിടെ ഉണ്ടാവും. അതുപോലെ വർക്ക് സ്പേസസ്, നേരത്തെ ഞാൻ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, കഫേ, ഫാർമസി എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ക്രഷ് ഉണ്ടാവും, വർക്ക് സ്പേസ് ഉണ്ടാവും, ATM ഉണ്ട്, ബാങ്ക് ഉണ്ട്, ട്രാവൽ ഡെസ്ക് ഉണ്ട്. ഇതെല്ലാം ഫസ്റ്റ് ഫ്ലോറിലാണ്. സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ സിമിലർ ആണ്, സെയിം ലേ ഔട്ടാണ്. അവിടെ വർക്ക് സ്പേസും മീറ്റിംഗ് ഓർ കോൺഫറൻസ് ഹോൾസ് ആണ്. ഫിഫ്ത്ത് ഫ്ലോറിൽ വരുമ്പം വർക്ക് സ്പേസസ് ഉണ്ട്. പിന്നെ നമുക്കറിയാലോ ഫ്രൈഡേ നൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു അൺഒഫീഷ്യൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു പാർട്ടി നടത്തണമെങ്കിലുള്ള പാർട്ടി സ്പേസും ഫിഫ്ത്ത് ഫ്ലോർ ടെറസ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബേസ്മെൻറ്റ് വരുന്നത്. ഒരു സർക്കുലർ ഷേപ്പാണ്. ഇത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 ഫ്ലോർ മെക്കാനിക്കൽ കാർ പാർക്കിംഗ് ആണ് 2 ലെവലിലായിട്ട് ഉദ്ദേശിക്കുന്നത്. ബേസ്മെൻറ്റിൽ തന്നെയാണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏറ്റവും ടോപ്പിൽ ശ്രദ്ധിച്ചാൽ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ കാണാം. അവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അതിന് മുകളിലോട്ടുള്ള ഫ്ലോർസ് അക്കോമഡേഷൻ വരുന്നുണ്ട്. അക്കോമഡേഷനിൽ സിംഗിൾ റൂം, ഡബിൾ റൂം, അതുപോലെ ഡോർമിറ്ററി എല്ലാ പ്രൊവിഷൻസും അക്കോമഡേഷനിലുണ്ട്. സെക്കൻഡ് ഫ്ലോർ, തേർഡ്, ഫോർത്ത് സെയിം ഇത് തന്നെയാണ്. ലേ ഔട്ട് സെയിം ആണ്. അക്കോമഡേഷൻ ഏരിയയിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. നടുക്കൊരു സെൻറ്റർ ഒക്ടഗൺ ഷേപ്പാണ്. അതാണ് ഏട്രിയം ആണ്. ലൈറ്റ് വെൽ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ദിസ് ഇസ് എ ഫിഫ്ത്ത് ഫ്ലോർ. ബാക്ക് സൈഡിലാണ് പാർട്ടി ഏരിയ കാണുന്നത്, ടെറസ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്, GC തൃശ്ശൂരാണ്. അതിൻ്റെ കൺസൾട്ടൻസ്, സ്ട്രക്ചറലും ആർക്കിടെക്ചറും എല്ലാം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഓൾസോ പ്ലാനിങ് ഇസ് ആസ് പെർ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ 2019. എല്ലാ സ്റ്റാറ്റ്യൂട്ട്സും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ഫയറിൻ്റെയും NOC എല്ലാം എടുത്ത് ആസ് പെർ ഗവൺമെൻറ് നോംസ് ആൻഡ് റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്ത് കൺസ്ട്രക്ഷൻ ഓൺ ഗോയിങ് നടക്കുന്നത്. ഇതിൻ്റെ സെക്ഷൻ വരുമ്പം ഇങ്ങനെയാണ്. യു ക്യാൻ സീ ദ ബേസ്മെൻറ്റ് ദെയർ. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് അതർ ഫ്ലോർസ്. ടോട്ടൽ ഹൈറ്റ് 24 meters ആണ് വരുന്നത്. ദിസ് ഇസ് അനദർ വ്യൂ. മെയിൻ റോഡിൽ നിന്നും നമുക്ക് കാണുന്ന വ്യൂ ഇതായിരിക്കും. വർക്ക് സ്പേസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു കോവർക്കിംഗ് സ്പേസസ് ഉണ്ട്. അതിനെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. അത് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. 3 ആയിട്ടാണ്: ഒപ്റ്റിമൽ, സ്പേഷ്യസ് ആൻഡ് പ്രീമിയം. ഒപ്റ്റിമൽ സ്പേസ് എന്ന് പറയുമ്പം ഒരു സിംഗിൾ ആൾക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്. 45 square feet ആണ്. അതിന് നമ്മൾ 1800 per month-ലാണ് റവന്യൂ ഉദ്ദേശിക്കുന്നത്. ആ സ്പേസിന് 1800 rupees per month. പിന്നെ സ്പേഷ്യസ് വരുമ്പോഴത്തേക്കും 90 square feet ആണ്. 2 പേർക്കോ അല്ലെങ്കിൽ 3 പേർക്കോ അത് യൂസ് ചെയ്യാം. ₹4500 per month. സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ 3600 rupees പറ്റും. പ്രീമിയം ഏരിയ വരുമ്പോൾ 130 square feet ആണ്. അത് ₹7500 per month ആണ്. നിയർലി ഒരു 5 പേർക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഇതിനകത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലി വേണമെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ ഒരു കമ്പനി ലൈക്ക് ഇൻഫോസിസ് ഒരു TCS, ദേ ക്യാൻ ഹയർ കോമൺ ഏരിയ. അവിടെ അവർക്ക് ഒരു 10-20 പേർക്കോ വേണമെങ്കിൽ അവരുടെ രീതിയിൽ പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് റെൻറ്റ് ചെയ്യാം. പിന്നെ വരുന്ന റവന്യൂ എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റ്, കഫേ, ബാങ്ക്, റെസ്റ്റോറൻറ്റ്, ഫാർമസി ആൻഡ് ക്രഷ്. ഇതിൻ്റെ റവന്യൂ നമുക്ക് ഇൻ അഡീഷൻ ടു ദിസ് കോവർക്കിംഗ് സ്പേസ് നമുക്ക് കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞു വർക്ക് സ്പേസ് അതോറിറ്റി വേണം എന്നുള്ളത്. അതോറിറ്റിയിൽ മെയിൻലി ഒരു ഇൻഡിപെൻഡൻറ്റ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ടെക്നോ പാർക്കിനും ഇൻഫോ പാർക്കിനൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് CEO ഉള്ളതെന്ന് പറയുന്ന പോലെ വർക്ക് സ്പേസിന് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HR വേണം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ മാൻഡേറ്ററി ആയിട്ടുള്ള ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റാഫ് വേണം. പിന്നെ ആസ് ഓൾവേസ് അതിന് മെയിൻ്റനൻസിനും എന്നുവെച്ചാൽ AMCക്കും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടുള്ള സ്റ്റാഫ്. ഈ ഒരു പാറ്റേൺ ആയിരിക്കാം അതിൻ്റെ അതോറിറ്റി ഫോളോ ചെയ്യുന്നത്. ഫോർ ദ ഈസ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട് നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. Phase 1 ആൻഡ് Phase 2. Phase 1 10.35 crores ആണ്. അതാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആവാറായിരിക്കുന്നത്. ബേസ്മെൻറ്റും ഗ്രൗണ്ടും ഫസ്റ്റ് ഫ്ലോറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഫിനിഷിംഗ് ആണ് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ ഇസ് ബൈ ഊരാരങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അത് ബൈ മാർച്ച് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് Phase 2 ആണ് 19.65 crores. അങ്ങനെ ടോട്ടൽ 83,390 square feet 30 crores ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് നബാർഡ് ഫണ്ടിങ്. അതിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, അതുപോലെ കേരള ഗവൺമെൻറ് ബഡ്ജറ്റ്, പിന്നെ നബാർഡിൻ്റെ ഫണ്ടിങ് ആണ് നമുക്ക് മൊത്തം ഉള്ളത്. നമുക്കൊരു വാക്ക് ത്രൂ കൂടെ കാണാം. ഓക്കെ, താങ്ക് യു.
നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഞാൻ ആമുഖമായി തന്നെ ഷീ വർക്ക് സ്പേസിനെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. എന്നോടൊപ്പം ആ ഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ച് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കുന്ന ഷീല ജോർജ് കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കും. അതിനുവേണ്ടി അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ M.R. രഞ്ജിത്ത്, ഈ സെഷൻ്റെ മോഡറേറ്റർ കെ മനോഹരൻ സർ, ദെൻ നമ്മളുടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ AE, അതുപോലെ തന്നെ മുൻ സെക്രട്ടറി ശ്രീ അജയ് ഘോഷ്, ഏറ്റവും പ്രിയമുള്ള സദസ്സിലെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥരെ, കിലയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഡോക്ടർ അമൃത മാം, പ്രിയമുള്ള ഫാക്കൽറ്റീസ്, ഏറ്റവും പ്രിയമുള്ള സ്റ്റുഡൻസ്, എ വാം ഗുഡ് ആഫ്റ്റർനൂൺ ടു വൺ ആൻഡ് ഓൾ ഓഫ് യു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് ഷീ വർക്ക് സ്പേസ് എന്നുള്ളത്. കാരണം സ്ത്രീകൾ ഇന്ന് തൊഴിലിടങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു എളിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഷീ വർക്ക് സ്പേസ് എന്ന ആ പദ്ധതി, അഭിമാനകരമായ ആ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പുതിയ കാലഘട്ടത്തിനനുസൃതമായ പുതിയ നിർമ്മാണ പ്രവർത്തനം എന്ന ആ വലിയ ആശയം മുന്നിൽ കണ്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാധാരണഗതിയിൽ റോഡുകളോ തോടുകളോ മാത്രമല്ല ഇങ്ങനെയുള്ള അഭിമാന പദ്ധതികൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിനൊട്ടാകെ മാതൃകയാകാൻ കഴിയും എന്നതിൻ്റെ വലിയൊരു തെളിവാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത ഈ പദ്ധതി. കാരണം ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മളുടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതം എന്ന് പറയുന്നത് നമ്മളുടെ വനിതാ ഘടക പദ്ധതിയുടെ വെറും 55 ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിരന്തരമായ ഇടപെടലിലൂടെ ഇച്ഛാശക്തിയിലൂടെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതോടൊപ്പം നിന്നിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി അടക്കമുള്ള സ്റ്റാഫുകളെല്ലാം തന്നെ അവരുടെ എല്ലാവരുടെയും നിരന്തരമായ പരിശ്രമത്തിലൂടെ ഒത്തൊരുമയോടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ ഷീ വർക്ക് സ്പേസ് എന്ന അഭിമാന പദ്ധതി ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. ഇന്ന് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നാളെ ഈ പ്രൊജക്റ്റ് പ്രാബല്യത്തിൽ വരുമ്പോൾ അത് ചാലകമായി അത് ചലിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഈ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, അത് സാമ്പത്തിക സ്വാശ്രയത്തിലൂടെ മാത്രമാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പരസ്പര ബഹുമാനമുള്ള ഒരു സമൂഹത്തെ, അതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്ത്രീ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഷീ വർക്ക് സ്പേസ് എന്ന ആശയത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് എന്ന ചെറിയ വൈറസ് നമ്മളെ എല്ലാവരെയും വീടിൻ്റെ അകത്തളത്തിൽ തളച്ചിടാൻ സാധിച്ചപ്പോൾ അതിന് ബദൽ സംവിധാനം എന്ന ചോദ്യത്തിൻ്റെ മുൻപിൽ വർക്ക് ഫ്രം ഹോം എന്ന ആ വേർഷൻ്റെ എക്സ്റ്റൻഡ് ഫോമാണ് നമ്മുടെ LSGD മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ വർക്ക് നിയർ ഹോം. ആ ആശയം നടപ്പിലാക്കാനുള്ള വലിയൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ ഷീ വർക്ക് സ്പേസ് എന്ന ആശയവും മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വളരെ മഹത്തരമായ വ്യക്തികളുടെ വളരെ വലിയ നാളത്തെ പ്രയത്നവും ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ ഈ ഘട്ടത്തിൽ സ്മരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ ജസ്റ്റിസ്, ജെൻഡർ ജസ്റ്റിസ്, ജെൻഡർ ഈക്വാളിറ്റി എന്ന 3 പ്രധാനപ്പെട്ട ആശയം നടപ്പിലാക്കണമെങ്കിൽ സ്ത്രീകൾക്ക് നല്ല സാമ്പത്തികമായിട്ടുള്ള സ്വാശ്രയത്വം അത്യാവശ്യമാണ്. നേരത്തെ ഇവിടെ പ്രസൻറ്റേഷനിൽ സൂചിപ്പിച്ചപ്പോൾ നമ്മൾ സ്ത്രീകൾ എന്താണ് വർക്ക് ഫ്രം ഹോം എന്ന ആശയത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ വർക്കിന് എപ്പോഴും തങ്ങൾ ജോലി ചെയ്യുമ്പോൾ വീട്ടിലെ പല പ്രതികൂല സാഹചര്യങ്ങൾ അവർക്ക് ജോലിയെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയും അതവരുടെ
ഫുൾ പൊട്ടൻഷ്യൽ, അവരുടെ എഫിഷ്യൻസിയെ അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സ്റ്റഡി നമ്മൾ നടത്തിയതിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് നമുക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം, ഏതൊരു അടിയന്തര സാഹചര്യം സമൂഹത്തിൽ ഉടലെടുക്കുമ്പോഴും തീർച്ചയായിട്ടും അതിൻ്റെ ഇരകളാകുന്നത് എപ്പോഴും സ്ത്രീകളും കുട്ടികളും തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പദ്ധതി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യയിലൊട്ടാകെ തന്നെ, കേരളത്തിലും ഏറ്റവും മാതൃകയായ ആദ്യത്തെ ഒരു പദ്ധതി, ഇതിനു മുൻപൊരു മാതൃകയില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിൽ സംരംഭകത്വം എന്ന ആ ആശയത്തോട് കൂടെ നിന്നുകൊണ്ട് 1500ഓളം പേർക്ക് ഡയറക്റ്റായിട്ട് ജോലി കൊടുക്കാൻ സാധിക്കുന്നു. 2500ഓളം പേർക്ക് പരോക്ഷമായിട്ടും ഈ പദ്ധതിയിലൂടെ നമുക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നമ്മുടെ യുവതലമുറയെ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നതിന്, പ്രത്യേകിച്ചും സ്ത്രീകളെ ജോലി ചെയ്യുന്നതിനാവശ്യമായ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുന്നതിലൂടെ നാളത്തെ നമ്മളുടെ ഈ സമൂഹം നല്ലൊരു ജനതയെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്ത്രീ സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ പദ്ധതിക്ക് കഴിയും എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ആത്മവിശ്വാസത്തോടെ ഇതിവിടെ അവതരിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു. അടുത്തതായി ഈ പദ്ധതിയെപ്പറ്റി വിശദീകരിക്കാൻ നേമം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ അജയ് ഘോഷ് സാറിനെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ M.R. രഞ്ജിത്ത് അവർകൾ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഒരു സ്വപ്നം, ഇവിടെ എല്ലാവരും അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ സെക്ഷനുകളിലൊന്നും ഇനാഗുറൽ സെക്ഷനിലൊന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും വളരെയധികം ഒരു സ്വപ്നം എങ്ങനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്, ഒരു ഡ്രീം കംസ് ട്രൂ, അത്രയധികം ചലഞ്ചസ്, അതായത് ത്രെട്ട്, ഞാൻ ആമുഖമായിട്ട് ഈ വർക്ക് സ്പേസിനെ കുറിച്ചൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അതിലേക്കൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഒരു പദ്ധതി, അതിൻ്റെ DPR തയ്യാറാക്കി അത് നിർമ്മാണത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഇനി ഒരു വർഷം കൂടെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയുടെ കോൺക്ലേവാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ പലരും പല ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും, എന്തിനാണ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കോൺക്ലേവ്? ശരിക്കും ഒരു വിമർശനാത്മകമായിട്ട് ചോദിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ തന്നെ വരും ചർച്ചകളിലൊക്കെ ഡോക്ടർ രതീഷ് കാളിയാടൻ, അതുപോലെ ഡോക്ടർ രാജേഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നില്ല. എന്നാലും നമ്മുടെ LSGDയിൽ നമ്മുടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, അല്ലെങ്കിൽ ഗ്രാമവികസന വകുപ്പും പഞ്ചായത്ത് വകുപ്പും എല്ലാ വകുപ്പുകളും ചേർന്ന് ഇപ്പോൾ ഒറ്റ വകുപ്പായി തദ്ദേശ വകുപ്പുണ്ടായപ്പോൾ ഇങ്ങനെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? നമുക്കറിയാം, 10 to 5 ആണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ജോലി ചെയ്യുക. അറൗണ്ട് 24/7 വർക്ക് ചെയ്യുന്ന ജനപ്രതിനിധികളുണ്ട്. അവിടെ ഈ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഇൻ്റർമീഡിയറ്റ് എന്നുള്ള രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ദെൻ താഴത്തെ ലെവലിൽ ഗ്രാമപഞ്ചായത്ത്, ഈ 3 സെക്ടറിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ റോൾ എന്താണ്? ഇനി ബ്ലോക്ക് പഞ്ചായത്ത് പോലുള്ള സംവിധാനങ്ങളൊക്കെ വേണോ എന്ന് ഒരു സൈഡിൽ ചോദ്യങ്ങളുണ്ട്. ആ സമയത്താണ് കേരളത്തിലെ 152 ബ്ലോക്കുകളിൽ പ്രഥമമായിട്ട് തന്നെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കണം എന്ന ഭരണസമിതിയുടെ ഇച്ഛാശക്തി, അതാണ് ഇവിടെ നമ്മളൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ തീരുമാനം എടുത്താൽ പോരാ, ആ തീരുമാനം എങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും, ആ ഒരു കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും, അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു പദ്ധതി എന്ന് ഞാൻ ആമുഖമായിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സാധാരണ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന് നമ്മുടെ ഗവൺമെൻറ് ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്ന പൈസ വെച്ചുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പൈസ, തനത് ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കും. അത് ശരിക്കും പറഞ്ഞാൽ ക്രിറ്റിസിസം ആയിട്ടല്ല ഞാൻ പറയുക, ജനുവരിയോ ഫെബ്രുവരിയോ ഒക്കെ ആകുമ്പോൾ, ഈ സമയങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ ലാംഗ്വേജിലൊക്കെ പറയുക ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നാണ്, ഗുണഭോക്തൃ ലിസ്റ്റൊക്കെ കിട്ടി അത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക 3 മാസത്തിനുള്ളിലാണ് ഈ മാജിക് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കുക. അപ്പോഴാണ് ഒരു ആലോചിച്ച്
നല്ലൊരു പദ്ധതി ഉണ്ടാവണം. അത് ആ പ്രദേശത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ പഠിച്ചു ഇറങ്ങുന്ന തലമുറയ്ക്ക് ജോലി കിട്ടണം. അവർ എബ്രോഡ് പോകാതെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകാതെ അവിടെ ബ്രെയിൻ സ്റ്റോമിങ് നടത്താതെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അവർക്ക് ജോലി കൊടുത്താൽ, അത് നമ്മുടെ വീട്ടിനടുത്ത് ജോലി കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ മണി സർക്കുലേറ്റ് ചെയ്ത് അവിടുത്തെ ലോക്കൽ എക്കണോമി ഡെവലപ്പ് ചെയ്യും എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർക്ക് സ്പേസ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത്. ശരിക്കും കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ കോവിഡ് മൂർധന്യാവസ്ഥയിലിരിക്കുന്ന സമയത്താണ് 2020 ഡിസംബർ മാസത്തിലാണ് ഈ ഭരണസമിതി അധികാരത്തിലേറുന്നത്. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കയ്യിലുള്ള ഒരു സ്ഥലം എങ്ങനെ പാവപ്പെട്ടവർക്കും അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള പെൺകുട്ടികൾ, നമുക്കറിയാം വീട്ടമ്മമാരായിട്ട് ഒതുങ്ങുന്ന ഒരു ശീലമുണ്ട്, MTech-ഉം MSc-യും അല്ലേ മൈക്രോബയോളജി ഉൾപ്പെടെയൊക്കെ പഠിച്ച് വിവിധ തലങ്ങളിൽ പഠിച്ചിട്ടുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെയുള്ള സയൻസ് ഓറിയൻറ്റായിട്ട് പഠിച്ചവരും IT ഓറിയൻറ്റായിട്ട് പഠിച്ച കുട്ടികളും ഒക്കെ വീട്ടമ്മമാരായിട്ട് ഒതുങ്ങുന്നു. കാരണം ബാംഗ്ലൂരിലേക്ക് ജോലി കുട്ടികളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ യൂത്ത് ആഗ്രഹിക്കുന്ന കുറച്ചുകൂടെ നല്ല ഒരു എൻവയോൺമെൻറ്റാണ്. ആ എൻവയോൺമെൻറ്റ് നമുക്ക് അവിടെ വീട്ടിനടുത്ത് നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും, അങ്ങനെയുള്ള ആലോചനകളാണ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ വിമൺ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, അതും ഏറ്റവും പ്രധാനപ്പെട്ട റോൾ തന്നെയായിരുന്നു. അതായത് അതിൽ ഉദ്ദേശിച്ച ഒരു കാര്യം ട്രാൻസ്ഫോർമേഷൻ ഓഫ് വിമൻ കമ്മ്യൂണിറ്റി. അതുതന്നെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ വനിതകൾ, നമ്മുടെ പഠിച്ചിറങ്ങുന്ന വനിതകളുടെ ട്രാൻസ്ഫോർമേഷൻ, കാരണം അവർ വീട്ടമ്മമാരായിട്ട് ഒതുങ്ങാതെ വീട്ടിനടുത്ത് ഒരു ജോലി അവർക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ. പിന്നെ ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ സ്റ്റുഡൻസൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഏറ്റവും നമ്മൾ കൺവർജൻസ് എന്നൊക്കെ പുസ്തകത്തിൽ എഴുതി വെക്കാനും അതുപോലെ നമുക്ക് പ്രസൻറ്റേഷനിൽ സർക്കാരിൻ്റെ ഉത്തരവുകളിലൊക്കെ തന്നെ പറയുന്നുണ്ട് കൺവർജൻസ് ഉണ്ടാവണം. അതായത് നമ്മുടെ കയ്യിൽ പഞ്ചായത്തിൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കയ്യിൽ 200 രൂപയുണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്. ഈ 3 പേരും കൂടെ ചേരുകയാണെങ്കിൽ 800 രൂപയ്ക്ക് ഒരു നല്ല പദ്ധതി ഉണ്ടാക്കാം. പഞ്ചായത്ത് മാത്രം വിചാരിച്ചാലോ 100 രൂപയ്ക്ക് പദ്ധതി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ഈ 3 എന്തെങ്കിലും സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരുകൾ ഒരുമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പദ്ധതി, അതാണ് ഈ കൺവർജൻസ് പറയുക. നിങ്ങൾക്കറിയാം ഈ പദ്ധതി ഇവിടെ വിഭാവന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷീ ഹൈവ് എന്ന് പറയുന്ന ഈ കോൺക്ലേവ് തന്നെ ഒരു കൺവർജൻസാണ്. ആരാ? കില എന്ന് പറയുന്ന ഏറ്റവും അവസാനമായിട്ട് പുരസ്കാരം കിട്ടിയ കില എന്ന് പറയുന്ന ഒരു സ്ഥാപനവും പിന്നെന്താ ബ്ലോക്ക് പഞ്ചായത്തും പിന്നെ UN വിമൻ അല്ലേ, UN ഇൻ്റർനാഷണൽ അല്ലേ അന്താരാഷ്ട്ര സംഘടന UN വിമനും കൂടെ ചേർന്ന ഒരു കൺവർജൻസ് ഇവിടെ നടത്തി കഴിഞ്ഞു. ഇന്ന് നോട്ടീസ് ഞാൻ ട്രെയിനിലൂടെ ഡോക്ടർ രാജേഷുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് വന്നതാണ്. അതാണ് കൺവർജൻസ്. ഇത് മാത്രമല്ല, അതായത് ഈ പ്രോഗ്രാം തന്നെ ഒരു കൺവർജൻസ് ആണ്. അത് മാത്രമല്ല ഈ ഒരു പദ്ധതിയും അതേമാതിരി തന്നെ കൺവർജൻസ് ആണ്. നിങ്ങൾക്കറിയാം ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ രോഹിത് മാഷ് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതായത് LSCD ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് ഇതിൻ്റെ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ ആശയം പറയുന്നു, ആശയം എന്താ ഈ രീതിയിലേക്ക് അവതരിപ്പിച്ച് തരുന്നതിൽ LSCDയുടെ എൻജിനീയറിംഗ് വിങ് നടത്തിയ അശ്രാന്തമായ പരിശ്രമം, അവിടുത്തെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതുപോലെ AE, അവിടുത്തെ ഓവർസിയർമാർ, ഇതിന് താല്പര്യമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് രാത്രിയും പകലുമായിട്ടിരുന്നാണ് ഇതിൻ്റെ ഡിസൈനുകളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായി. പല തലത്തിലുള്ള ചർച്ചകളിലേക്ക് ഇത് വരികയുണ്ടായി. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് വിമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവർ നല്ല ഒരു റോൾ തന്നെ അതിനകത്ത് വെക്കുകയുണ്ടായി. അതുപോലെ തന്നെ IT ആയിട്ട് ബന്ധപ്പെട്ട് ITയുടെ സ്റ്റാർട്ടപ്പ്, നമുക്കറിയാം സർക്കാരിൻ്റെ തന്നെ KDISC എന്ന് പറയുന്ന ഒരു പദ്ധതി. ഞാൻ ഏറ്റവും അവസാനം മനസ്സിലാക്കുന്നത് അതിൽ അഡ്വൈസറായിട്ട് നമ്മുടെ തോമസ് ഐസക് സാർ, കേരളത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ധനകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹമൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് ഇനി ബൂസ്റ്റ് ചെയ്യുകയാണ്. KDISC എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, നമുക്കറിയാം ഏറ്റവും വൈറ്റലായിട്ടുള്ള റോൾ, നമുക്കറിയാം ഗവൺമെൻറ്റിന് ഏറ്റവും അവസാനമായിട്ട് 3-4 കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി പറഞ്ഞു. ഒന്ന്, പാലിയേറ്റീവ് രംഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ അതിദാരിദ്ര്യം, ഏറ്റവും അവസാനം CM ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. അതായത് നമുക്ക് എക്സ്ട്രീം പോവർട്ടി എങ്ങനെ എറാഡിക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പാലിയേറ്റീവ് മേഖലയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെയുള്ള അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി, അതുപോലെ ആ രീതിയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മേഖലയാണ് ഭിന്നശേഷിക്കാരുടെ കാര്യം. അത് പറയാതെ എടുത്തു പറയാതെ പോകുന്നത് ശരിയല്ല. അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളിൽ അവരുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനം, സ്കിൽ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ആ സ്കിൽ ഡെവലപ്മെൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ ഉദാത്തമായി ചെയ്യാൻ കഴിയുന്നത് ഈ പ്രോജക്റ്റിൽ തന്നെയാണ്. ഷീ വർക്ക് സ്പേസ് എന്ന് പറയുന്ന ആ പ്രോജക്റ്റ് നടക്കും. നിങ്ങൾക്കറിയാം നേരത്തെ LSCD ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിർമ്മാണം നടത്തുന്നതെങ്കിലും ഇതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തത് PWD ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ PWD ഇലക്ട്രിക്കൽ. ഇവർ
ഈ പ്രൊജക്റ്റുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന മറ്റൊരു വകുപ്പെന്നല്ല മിഷനാണ് കുടുംബശ്രീ. ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വിമൺ എംപവർമെൻറ്റിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപകൽപ്പന ചെയ്ത മറ്റനേകം സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കുടുംബശ്രീ എന്ന് പറയുന്ന ആ പദ്ധതിയെയും ആ മിഷനെയും ഇതിനോട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്കറിയാം ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഇവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ഈ പദ്ധതി സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ എത്രയോ ഒരു 9-10 ഡിപ്പാർട്ട്മെൻറ്റുകളെ ഒരുമിച്ച് കൈകോർത്തുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് കൺവെർജൻസ്. പിന്നെ മറ്റൊരു കൺസെപ്റ്റും കൂടെ ഈ പ്രോജക്റ്റിനകത്തുണ്ട്, പറഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാർബൺ ന്യൂട്രൽ. നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നവീന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഒന്ന് തന്നെയാണ് സീറോ കാർബൺ അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ. ഇത് ഇവിടെ എങ്ങനെയാണ് സാറേ കാർബൺ ന്യൂട്രൽ? പറയാൻ എളുപ്പമാണ്. ഇവിടെ കാർബൺ ന്യൂട്രൽ ആവോ അല്ലെങ്കിൽ സീറോ ആവോ എന്നുള്ള ചോദ്യമുണ്ട്. എനർജി എങ്കിലും സീറോ ആക്കുക. എനർജി നമുക്ക് എങ്ങനെ സീറോ ലെവലിലേക്ക് കൊണ്ടുവരാം? സോളാറുമായിട്ടുള്ള ആ ഒരു ലൈനപ്പിലൂടെ നമുക്ക് എനർജി സീറോയിലേക്ക് കൊണ്ടുവന്ന് കാർബൺ ന്യൂട്രൽ എന്ന ഒരു വലിയൊരു ആശയം കൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ഒരു ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ബൈലോ പ്രിപ്പറേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാത്തമായിട്ടുള്ള മേഖല, അതായത് ഈ പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ട് ഇതെങ്ങനെ പ്രവർത്തിക്കണം, ഇതെങ്ങനെയാവണം. വെറും ഒരു നിർമ്മാണം മാത്രമാവരുത്. ഇത് ആ ഡ്രീം സക്സസ് ആവണമെങ്കിൽ നിങ്ങളെപ്പോലെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവിടെ തൊഴിൽ കിട്ടണം. ആ തൊഴിൽ അവർക്ക് സ്റ്റാർട്ടപ്പുകളായിട്ടുണ്ടാക്കാം. സ്റ്റാർട്ടപ്പുകൾ വരണം. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും വലിയ നല്ല സ്റ്റാർട്ടപ്പുകൾ, കോളേജിലുള്ള കുട്ടികളൊക്കെ നല്ല സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്നു. അവർക്ക് വന്നിരിക്കാൻ ഒരു ആശയങ്ങൾ ബ്രെയിൻ സ്റ്റോമിങ് നടത്താനുള്ള ഒരു ഇടം, ഒരു പൊതു ഇടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ നമ്മുടെ ഷീ വർക്ക് സ്പേസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് നടത്തിപ്പുണ്ട്. നിങ്ങൾക്കറിയാം ഒരു ഉദ്യോഗസ്ഥൻ മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭരണസമിതി മാറുമ്പോൾ പ്രസിഡന്റ് മാറും. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ഇനി വരുമ്പോൾ അടുത്ത ഭരണസമിതി വരും, ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ അവിടുത്തെ BDO ആയിരുന്നു. ഇത് രൂപകൽപ്പന ചെയ്യുമ്പോൾ BDO ആയിരുന്നു. അതിനുശേഷം 2 BDOമാർ വന്നു. ഏറ്റവും അവസാനം എൻ്റെ സുഹൃത്ത് ജനീഷ് BDO ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉദ്യോഗസ്ഥർ മാറിയിരുന്നാലും ഭരണസമിതി മാറിയിരുന്നാലും ഈ പ്രോജക്റ്റ് വഴിയിലാവരുത്. സാധാരണ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എന്നാലും എനിക്ക് വിമർശനമായിട്ട് പറയുന്നതല്ല. ഒരു സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥർ മാറുമ്പോഴോ അല്ലെങ്കിൽ വികസനത്തിന് അവിടെ ഒരു തടസ്സം വരാറുണ്ട്. ആ ഒരു പ്രവർത്തനം അവിടെ സ്റ്റക്ക് ചെയ്യാറുണ്ട്. അയ്യോ ആ പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ അതൊക്കെ നടന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അതൊക്കെ നടന്നതാണ്, ഇപ്പോൾ എല്ലാം പോയി. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബൈലോ പ്രിപ്പയർ ചെയ്തതും ആ ബൈലോയ്ക്കകത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ PPP എന്നുള്ള രീതിയിൽ ഇത് മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിച്ചതുമൊക്കെ ഈ പ്രോജക്റ്റ് സാക്ഷാത്കരിക്കണം, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കണം, സംസ്ഥാനത്തിന് മാതൃകയാവണം എന്നുള്ള ഇച്ഛാശക്തി തന്നെയാണ്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം ആദ്യം അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് ആദ്യത്തെ പേജിലാണെന്ന് തോന്നുന്നല്ലേ, ആദ്യത്തെ പേജിൽ ഖണ്ഡികയിൽ 9ാമത്തെ ഖണ്ഡികയിൽ 6ാമത്തെ ഖണ്ഡികയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഷീ വർക്ക് സ്പേസിനെ കുറിച്ച്. ആ വർക്ക് നിയർ ഹോം എന്നുള്ള കൺസെപ്റ്റും കൊടകര ബ്ലോക്ക് ആവിഷ്കരിച്ച ഈ പദ്ധതിയും ആദ്യം തന്നെ അതൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ട്, കൂടെയുണ്ട്. നമ്മളൊരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആരുമില്ല, ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമുണ്ട്, ഉദ്യോഗസ്ഥർ മാത്രമുണ്ട്, ഒരിക്കലും ഒരു പ്രോജക്റ്റ് സക്സസ് ആവില്ല. അതിൻ്റെ കൂടെ സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളാണത്. അതുപോലെ തന്നെ ഓർമ്മിക്കുന്ന മറ്റൊരു പേരാണ് നമ്മുടെ ഇപ്പോഴത്തെ CS ചീഫ് സെക്രട്ടറി ശാരദാ മാഡം. നമ്മൾ ഈ പ്രോജക്റ്റുമായിട്ടൊക്കെ പോകുമ്പോൾ ആദ്യം ഈ പ്രോജക്റ്റ് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ മാഡം പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്യണം, എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. രണ്ടാമത് ഞങ്ങൾ മാഡത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ മാഡം ഇത് നല്ലവണ്ണം പഠിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങളോടൊക്കെ പറയുകയായിരുന്നു. അങ്ങനെ ആ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ ഉൾപ്പെടെ, അതായത് സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സപ്പോർട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നിലേക്ക് നമ്മളെ നയിച്ചത്. നമുക്കൊക്കെ തോന്നും ഇങ്ങനെയൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് ചെറിയ പ്രോജക്റ്റ് ഉണ്ടാവും, ഇതങ്ങ് പോകും. അങ്ങനെയല്ല, ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണം. ആ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തണം. ഇനി ഒത്തിരി പേര് സംസാരിക്കാനുണ്ട് എന്നെനിക്കറിയാം. എൻ്റെ വർത്തമാനം ഒരിക്കലും നീണ്ടുപോകാനും പാടില്ല. എന്നിരുന്നാലും ഒരു കാര്യം നമുക്ക് അറിയാം, അതായത് എപ്പോഴും നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം. ആ സ്വപ്നം നമ്മുടെ പേപ്പറുകളിലാവുന്നതിന് പകരം പേപ്പറുകളിലാവുന്നത് അതെങ്ങനെ സാക്ഷാത്കരിക്കാം. ആ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും, നേരത്തെ നമ്മൾ പറഞ്ഞു 3 ഡിപ്പാർട്ട്മെൻറ്റ് കൺവെർജൻസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 9-10 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൺവെർജൻസ് എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ എല്ലാവരുടെയും ചേർന്നുള്ള ഒരു പ്രവർത്തനമുണ്ടെങ്കിൽ, ആ ഒരു രീതിയിൽ, അതായത് ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ചേർന്നുള്ള ഒരു കൺവെർജൻസ് ഉണ്ടെങ്കിൽ,
അല്ലെങ്കിൽ ആ ഒരു സ്വരുമിപ്പ്, അവിടെ ഞാൻ കൺവെർജൻസ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്വരുമിപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഒരുമയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകും. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രാദേശിക സർക്കാർ 30 കോടി രൂപയ്ക്കകത്തുള്ള അല്ലെങ്കിൽ 28.90 CR ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം ഒരു ഭരണസമിതി കാണിച്ചു എന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രാദേശിക സർക്കാരുകളും ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുത്താൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കുട്ടികൾ ഒരിക്കലും അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകില്ല എന്ന ഉറപ്പ് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ഈ പദ്ധതിയെപ്പറ്റി മാത്ര പ്രസക്തമായ ഒരു വിശദീകരണം ഇവിടെ നടന്നു കഴിഞ്ഞു. എങ്കിലും നിങ്ങൾക്ക് 1-2 പേർക്ക് ഈ പ്രോജക്റ്റിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഇനിയും മനസ്സിൽ മാറാത്ത എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിവിടെ അവതരിപ്പിക്കുക. അതിനുള്ള മറുപടി ഇതിനെ ബന്ധപ്പെട്ടവർ നൽകുന്നതായിരിക്കും. ഞാൻ ഈ പദ്ധതി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, ഇത് തൃശ്ശൂർ ഈ പഞ്ചായത്തിലുള്ള ആളുകൾക്കാണ്. അപ്പം പുറത്തുള്ള ആളുകൾ, ഇപ്പോൾ വിമൻ കൊല്ലത്തോ അല്ലെങ്കിൽ കാസർഗോഡോ ഉള്ള ആളുകൾക്ക് ഇവിടെ വന്ന് ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ എന്തെങ്കിലും ഒരു ബൈലോസിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഈ ഷീ വർക്ക് സ്പേസിൽ ഇപ്പം ഓൺട്രപ്രണർഷിപ്പിനാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഓൺട്രപ്രണേഴ്സ് അല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കുമോ എന്നുള്ളതും കൂടെ അറിയണമായിരുന്നു. ട്രെയിനിങ് സംവിധാനം ഈ ഷീ വർക്ക് സ്പേസിൽ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതും കൂടെ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇതിനകത്ത് ഇതൊരു പ്രൊജക്റ്റ് വളരെ വിലയേറിയൊരു പ്രൊജക്റ്റാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഡ്രീം പ്രൊജക്റ്റ് തന്നെയാണത്. അതിന് ഞാൻ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. എൻ്റെ പേര് ശോഭന, പട്ടാമ്പിയിൽ നിന്നാണ്. ഇതിനകത്ത് വന്നൊരു സംശയം, അതിനകത്തുള്ള സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഇന്ന സ്പേസ് ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന്. എനിക്ക് വന്നൊരു സംശയം, ഇതിനകത്തൊരു ജെൻഡർ സ്പേസ് വേണ്ടേ എന്നുള്ളതാണ്. മൊത്തം ജെൻഡർ ഫ്രണ്ട്ലി ആണ്, പക്ഷേ എങ്കിൽ പോലും സ്കിൽ ഡെവലപ്മെൻറ്റിനായിട്ട് അല്ലെങ്കിൽ നിയമസഹായത്തിനായിട്ട് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഒരു നിയമസഹായം കിട്ടുന്ന എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിലോ ജെൻഡർ അനുബന്ധ വിഷയങ്ങളെക്കുറിച്ച് വല്ല അവയർനെസ്സും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ അത്തരത്തിലുള്ളൊരു സ്പീഷ്യസ് ആയിട്ടുള്ളൊരു സ്പേസും കൂടെ ഇതിനകത്ത് വേണ്ടേ എന്നൊരു സംശയം. ഇത് മുഴുവനായിട്ടും ജെൻഡർ ഓറിയൻറ്റഡ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും ഒരുപാട് വിഷയങ്ങൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് പ്രത്യേകം അതിനകത്ത് വേണ്ടതല്ലേ എന്ന്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ പോലെയുള്ള, ഇപ്പോൾ കുടുംബശ്രീയാണ് ഞാൻ മനസ്സിലാക്കിയത്, ആദ്യം കുടുംബശ്രീ എന്ന് കാണിച്ചു, പിന്നെ സ്പേസിൽ റെസ്റ്റോറൻറ്റ് എന്ന് കാണിച്ചു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബശ്രീ ആയിരിക്കും അത് റൺ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള രീതിയിലുള്ള ഒരു ആശയം നമുക്കതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൂടെ എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. തീർച്ചയായും അവിടെ വരുന്ന ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പേസ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, താങ്ക് യു. ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചു, കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവണം എന്നാണ് സെക്ഷനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കുറച്ച് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാം നമുക്കിതിനെക്കുറിച്ചുള്ള, നിങ്ങളുടെ എല്ലാ കൊറീസും വരണം, എന്നാലേ ഇങ്ങനെയുള്ള എന്താ പറയുക വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺക്ലേവുകൾ വിജയിക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒന്നാമത് ചോദിച്ചത്, തീർച്ചയായിട്ടും മറ്റു ജില്ലകളിൽ നിന്നുള്ള പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടുമോ അല്ലെങ്കിൽ അവർക്കിതിന് ഈ വർക്ക് സ്പേസ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും, അതായത് ഇതിനുള്ള പ്രോജക്റ്റിനുള്ള പൈസ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടാവും. നൽകിയത് സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് ലോക്കൽ സെൽഫ് ബോഡീസ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിലൂടെ ബഹുമാനപ്പെട്ട KK രാമചന്ദ്രൻ MLA അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം സംസ്ഥാനത്ത് ബഡ്ജറ്റ് അലോക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നബാർഡ് ഫണ്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പൊതു ഫണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രദേശത്ത് മാത്രം നമുക്ക് ഒതുങ്ങിക്കാൻ പറ്റില്ല. ഇത് കേരളത്തിൽ നിന്നുള്ളവരും പുറത്തു നിന്നുള്ളവർക്കും എല്ലാം, ഇന്ത്യയിലുള്ളവർക്കും വിദേശത്തു നിന്നുള്ള ഉൾപ്പെടെ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള വനിതകൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെയാണ് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് ഇതിനകത്ത് പ്രധാനമായിട്ട് ഓറിയൻറ്റ് ചെയ്തത് നമ്മുടെ എന്താ പറയുക ഈ എന്താ പറയുക സ്റ്റാർട്ടപ്പുകൾക്ക് ആണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഓപ്റ്റിമം അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? യെസ്. അപ്പോൾ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ്, പലതരത്തിലുള്ള സ്കിൽസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഒരു സെൻറ്ററും കൂടെയാണ് ഈ വർക്ക് സ്പേസ് എന്ന് പറയുക. വർക്ക് സ്പേസിൻ്റെ ഒരു കമ്പോണൻറ്റ് ഈ സ്റ്റാർട്ടപ്പാണ്. മറ്റൊരു കമ്പോണൻറ്റ് പലതരത്തിലുള്ള ട്രെയിനിങ്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതെന്നും മനസ്സിലാക്കുന്നു. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ അമ്മമാർക്ക് ട്രെയിനിങ് ഉണ്ട്. ആ കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് അസാപ്പ് പോലുള്ള സ്ഥാപനങ്ങളുണ്ട്, നമുക്കറിയാം. അങ്ങനെയുള്ളവർക്കുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സും കൂടെയാണ് ഈ ഒരു വർക്ക് സ്പേസ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇവിടെ ചോദിച്ചു ഹെൽപ്പ് ഡെസ്കിനെ കുറിച്ച്. നമുക്കറിയാം ഈ വനിതകൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇതിനെക്കുറിച്ച് ലോയെക്കുറിച്ചുള്ള നിയമസഹായം കൊടുക്കുന്ന ഒരു കേന്ദ്രമായിട്ടും കൂടെ അത് എല്ലാം വൺ അംബ്രലയിൽ കൊണ്ടുവരിക. എന്തൊക്കെയാണ് വനിതകളുടെ നീഡ്സ് പരമാവധി അസസ് ചെയ്തിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ അതും കൂടെ ചേർത്തുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങളുടെ പ്രൈം ഐഡിയയിൽ ഉള്ള സംഭവം തന്നെയാണ് ഈ നിയമസഹായം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു സ്പേസ് നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള രീതിയിൽ അതെന്തായാലും അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ജെൻഡർ അവെയർനെസ് കൊടുക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് സ്പേസ് ഉള്ളപ്പോൾ മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ഒക്കെ തന്നെ അവെയർനെസ് ക്യാമ്പയിൻ നമുക്ക് ഈ ഷീ വർക്ക് സ്പേസിൻ്റെ നേതൃത്വവുമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ മറ്റൊരു കാര്യം കമ്മ്യൂണിറ്റി കിച്ചനെ കുറിച്ചാണ്. അതിന് എനിക്ക് പറയാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും അതിൻ്റെ ബൈലോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന മുറയ്ക്കാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചനെ കുറിച്ച് പറയാൻ കഴിയുക. പക്ഷേ അവിടെയുള്ള ഈ എന്താ പറയുക റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെ ഉയർന്ന നിലവാരത്തിലുള്ളതായിരിക്കും. കാരണം ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ ജനറേഷൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കുടുംബശ്രീക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബശ്രീ തന്നെ അതിനെ തീർച്ചയായിട്ടും കുടുംബശ്രീയാണ് പ്രൈം. 1ാം സ്ഥാനം ആർക്കെന്ന് ചോദിച്ചാൽ കുടുംബശ്രീക്ക് തന്നെയാണ്. ആ രീതിയിൽ കുടുംബശ്രീ തന്നെ ആയിരിക്കും കഫ്റ്റീരിയയും അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റും ഒക്കെ കൈകാര്യം ചെയ്യുക. പക്ഷേ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള നിലയിൽ അത് ഭരണസമിതിയും അതുപോലെ തന്നെ ഇതിൻ്റെ ബൈലോയിലുമാണ് അത് വരേണ്ടത്. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സർ, ഇതിൻ്റെ സ്പേസ് അലോക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു ടെൻഡർ പ്രോസസ്സിലൂടെയാണോ അതൊരു ഷെയറിംഗ് പാറ്റേണിലാണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്പേസ് അലോക്കേഷൻ വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് നൽകാം. നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്പേസ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഞാൻ 1800 രൂപയ്ക്ക് ഞാനൊരു സ്പേസ് എടുത്തു എന്ന് വിചാരിക്കട്ടെ. ഇപ്പം ഞാനൊരു ഹൗസ് വൈഫാണ്, ഒപ്പം വർക്ക് ചെയ്യുന്നൊരു വുമണാണ്, എനിക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടി ക്രഷ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് പേയ്മെൻറ്റ്സ് ഉണ്ടാവുമോ? ഇപ്പോൾ 1800 രൂപയ്ക്ക് ഞാനൊരു സ്പേസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ ക്രഷിലേക്ക് വിടുന്നതിന് അഡീഷണൽ പേയ്മെൻറ്റ്സ് വരുമോ? അങ്ങനെയുള്ള കാര്യം കൂടി. കോവർക്കിംഗ് സ്പേസ് ആക്ച്വലി 3ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒപ്റ്റിമൽ, സ്പേഷ്യസ് ആൻഡ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ റേറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തേക്കുന്നത് നമ്മൾ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി നടത്തിയിട്ടുണ്ടായിരുന്നു. FIRRും വെച്ചിട്ടുള്ള റേറ്റാണ് ഫിക്സ് ചെയ്തത്. ഇപ്പം ഒപ്റ്റിമലിന് 1800 പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ടെൻഡർ പ്രൊസീജിയറിലല്ല, നമ്മൾ ഓൾറെഡി ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി നടത്തിയതുകൊണ്ട് ആ എമൗണ്ടിന് എന്നുവെച്ചാൽ പെർ മന്ത് 1800 കൊടുത്താൽ ആ സ്പേസ് യൂസ് ചെയ്ത് പോകാം. ഓക്കെ, സാറിൻ്റെ ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്രഷിന് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതിന് നമ്മൾ എത്ര സ്പേസ് ആണോ ക്രഷിന് റിസർവ് ചെയ്തേക്കുന്നത് അതിന് ₹50 per square feet എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും സ്പേസിൽ ആരെങ്കിലും ഒരു ഏജൻസി ആയിരിക്കാം അത് ഏറ്റെടുക്കുന്നത്. ആ എമൗണ്ട് കൊടുത്താൽ മതി. അവരുടെ ഫീസ് എത്രയാണോ ഒരു കുട്ടിക്ക് വേണ്ടത് അതായിരിക്കാം അവിടെ പേയ്മെൻറ്റ് വരിക. കാരണം വരുന്ന എല്ലാവർക്കും കുട്ടികൾ വേണം നിർബന്ധമില്ല. ഒരാൾക്ക് ഒറ്റയ്ക്ക് വന്ന് വർക്ക് ചെയ്യാം. കുട്ടി ഉണ്ടെങ്കിൽ അതിന് അഡീഷണൽ പേയ്മെൻറ്റ്, കാരണം ആ ഫെസിലിറ്റി അത് യൂസ് ചെയ്യുകയാണ് ആ വ്യക്തി. അപ്പോൾ അതിന് അഡീഷണൽ പേയ്മെൻറ്റ് വേണ്ടി വരും. എക്സാമ്പിൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുമ്പം എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ പകൽ വീട് യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള പേയ്മെൻറ്റ്. ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാം, ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. എനിക്ക് ഉള്ള 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന്, ഈ ഷീ വർക്ക് സ്പേസിൽ ട്രാൻസ്ജെൻഡർ വിമൻസിന് കൂടി പാർട്ടാക്കാൻ പറ്റുമോ? ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് 1500 ആൾക്കാർക്ക് ജോബ്സ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പുരുഷന്മാർക്ക് എന്തെങ്കിലും റോളുണ്ടോ? അവർക്കും അവിടെ ജോബ്സ് ഉൾപ്പെടെ കിട്ടും എന്നാണോ പറയുന്നത്? അതോ ഓൺലി ഫോർ വിമൻ എന്നാണോ? നല്ല ക്വസ്റ്റ്യൻസാണ്. ശരിക്കും ഈ ജെൻഡർ എന്ന് പറയുമ്പോൾ ഈ ട്രാൻസ്ജെൻഡറിനെയും കൂടെ ഇൻക്ലൂസീവായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ട്രാൻസ്ജെൻഡേഴ്സിനും കൂടെ തീർച്ചയായിട്ടും അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വർക്ക് സ്പേസ് തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല.
മെയിൽ ഫീമെയിൽ ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറും കൂടെ ചേർത്തുകൊണ്ട് തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് തുടക്കത്തിൽ നമുക്ക് തന്നെ ഒരു സംശയം ഉണ്ടായ ഒരു കാര്യമാണ്. വനിതകൾ മാത്രം, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ, വനിതകൾ മാത്രമായാൽ ഇതെങ്ങനെ, അവർക്ക് മാത്രം സ്പേസ് കൊടുത്താൽ ഇതെങ്ങനെ എല്ലാം ഒക്കുപ്പൈ ആവും, അങ്ങനെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ അങ്ങനെ യാതൊരു സംശയമില്ല. ഇത് എക്സ്ക്ലൂസീവ്ലി 90%, ചിലപ്പോൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് നടത്തുന്നത് ചിലപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് അങ്ങനെ വരുമെങ്കിലും 95% നമുക്ക് പറയാൻ കഴിയും ഇത് എക്സ്ക്ലൂസീവ്ലി ആർക്ക് വേണ്ടിയിട്ടാണ്, വനിതകൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഷീ വർക്ക് സ്പേസ് എന്നുള്ള നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ സാറ് പറഞ്ഞു 2500 പേർക്ക് ഇൻഡയറക്റ്റ്ലി ജോബ് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? ബ്ലോക്ക് പഞ്ചായത്ത് ജോലി കൊടുക്കുകയല്ല, ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാർ, ഇതിങ്ങനെ ഈ വർക്ക് നിയർ ഹോമായിട്ട് മാറുക എന്നുള്ളതാണ്. കാരണം കാസർഗോഡ് നിന്നുള്ളവർക്കും വന്നിട്ട് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാം. എങ്ങനെയാണ് നിയർ ഹോം എന്നുള്ള വ്യാഖ്യാനം എങ്ങനെയാണെന്നുള്ളത്? ഞാൻ ആദ്യമേ ഇവിടെ സൂചിപ്പിച്ചു എന്ന് വിചാരിക്കണു. അതായത് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ, DPR തയ്യാറാക്കുമ്പോൾ ഫീസിബിലിറ്റി നോക്കും. ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് അകത്തുള്ള എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം. അതെല്ലാം നോക്കിയിട്ടാണ്, ആ ഒരു കാൽക്കുലേഷൻ്റെ ബേസിലാണ് എന്ത് ചെയ്തത് ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ വർക്ക് നല്ല ചോദ്യം എങ്ങനെയാണ് സാറേ, ഞാൻ എൻ്റെ വീട് കാസർഗോഡാണ്, ഹൊസ്ദുർഗാണ്, എനിക്ക് എങ്ങനെയാണ് വർക്ക് നിയർ ഹോം? ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ആൾക്കാരെ കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, സാർ അതിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളെ എടുത്തൂടെ? തീർച്ചയായിട്ടും എടുക്കാം. അപ്പോൾ അവിടുത്തെ പ്രാദേശിക സർക്കാരുകളും 152 ബ്ലോക്കുകളും ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് നിയർ ഹോം എല്ലായിടത്തും വരണമെന്നാണ് ഗവൺമെൻറ് പോളിസി. അപ്പോൾ അതെല്ലാവരും ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. വളരെ ഭംഗിയായി ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വർക്ക് അറ്റ് ഹോം എന്ന ആശയത്തിൽ നിന്ന് വർക്ക് നിയർ ഹോം എന്ന ആശയത്തിലേക്ക് വരുമ്പോൾ വനിതകൾക്കുണ്ടാകുന്ന വിഷമതകൾ പരിഹരിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മാതൃകയായ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ്. അതിനെ ഈ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഒരു രാജ്യത്തിന് മോഡലായ ഒരു കാര്യമാണ് ഇവിടെ. വളരെ അത് പ്ലാനിങ് ചെയ്യണം, നടപ്പിലാകണമെന്ന ഉദ്ദേശത്തോടു കൂടി വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. കാരണം അതിന് ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാകുന്ന പണി നടന്നുകൊണ്ടുന്ന സമയത്താണ് ഇങ്ങനെയൊരു കോൺക്ലേവ് നടത്തുന്നത്. അത് തന്നെ അതിന് ഇവരുടെ നിശ്ചയദാർഢ്യത്തിനുള്ള ഉദാഹരണമാണ്. അപ്പം 7 നിലകളിലായി 7 വ്യത്യസ്ത മേഖലകളിൽ സ്ത്രീ സംരംഭകർക്ക് അവസരമൊരുക്കുന്ന ഈ പദ്ധതി നമ്മുടെ രാജ്യത്തിന് മാതൃകയാണ്, നമ്മുടെ ലോകത്തിന് മുന്നിൽ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പ്രോഗ്രാം മോഡറേറ്ററായിട്ടുള്ള മനോഹരൻ സാറിന് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം സമർപ്പിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് വളരെ വിശദമായി പറഞ്ഞു തന്ന കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ BDO അജയ് ഘോഷ് സാറിന് ഉപഹാരം സമർപ്പിക്കുന്നു. ഓക്കെ, നമ്മളുടെ സെഷൻ അവസാനിക്കുകയാണ്. ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്ത മോഡറേറ്റർ മനോഹരൻ സാറ്, നമ്മളുടെ പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് സാറ്, ഷീല ജോർജ് മാഡം, അജയ് ഘോഷ് സാറ്, നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ രോഹിത് മേനോൻ സാർ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.